ഒന്ന് പെടുക്കാൻ പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒന്ന് വെള്ളം കുടിക്കാൻ പോയത് മാത്രമേ എനിക്ക് ഓർമ്മ ഉള്ളൂ. ചെടി പോവും വരും, പോവും വരും. ഈ വീട്ടിൽ പ്രേതം കയറിയിട്ടുണ്ട് മക്കളെ. വിഡ്ഢികൾ, 21-ാം നൂറ്റാണ്ടിൽ പ്രേതം ഉണ്ടെന്ന്. ഇന്നലെ അച്ഛ എവിടെ വെച്ചാ കിടന്നുറങ്ങിയ? മുറ്റത്ത്. നിങ്ങളെന്തിനു മുറ്റത്ത് കിടന്നാ? പിന്നെ മുറ്റത്തിറങ്ങിക്കുമ്പോ പ്രേതത്തിനെ കണ്ട കിറുകി വീണ് മുറ്റത്തിടെ കിടക്കണ. പ്രേതത്തിന് എന്റെ പട്ടി കണ്ട് പേടിക്കും. എന്റെ നോവലിലെ കഥാപാത്രമായ ഷാജിക്ക് പോലും എന്റെ സ്വഭാവമാണ് കൊടുത്തിരിക്കുന്നത്. പേടിത്തുണ്ടനായ ധൈര്യശാലി. അതുകൊണ്ട് പ്രേതത്തിനെ കണ്ട് കിടന്ന് പേടിച്ച് മുറ്റത്ത് കിടന്നൊന്നുമല്ല. നോവൽ എഴുതി വന്നപ്പോൾ മുറ്റത്ത് കിടക്കാൻ തോന്നി, കിടന്നുറങ്ങി, അത്രേ ഉള്ളൂ. കിടന്നുരുളണ്ട അച്ഛ, രാത്രി പേടിച്ചു പോയ യൂറിന്റെ നാറ്റം പോലും രാവിലെ പോയിട്ടില്ലായിരുന്നു. അത് പിന്നെ എന്റെ എഴുത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി പെടുക്കാൻ പറ്റിയപ്പോഴേ അവിടെ തന്നെ അങ്ങ് സാധിച്ചു വെച്ച്. കലയോടുള്ള ആർത്തി. പിന്നെ നമ്മുടെ കാർ എവിടെയെങ്കിലും പൂജിക്കാൻ കൊടുക്കണം. എന്തിന്? വേറെ ഒന്നും കൊണ്ടല്ല, വണ്ടി താനേ മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം, ഒരു തോന്നൽ. ഇന്നലെ ആ ബൊഗേൻവില്ല ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ കൂടെ ഉണ്ടായ. ബൊഗേൻവില്ല കിട്ടി. ആ ചെടിക്കെന്തോ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പം ചെടിക്കല്ല, നിനക്കാണ്. വട്ട്, മുഴുവട്ട്. അല്ലല്ലല്ല, ഞാൻ അതുകൊണ്ടുപോയി പുറത്ത് വെക്കും, വീണ്ടും അകത്ത് വരും, പുറത്ത് വെക്കും, അകത്ത് വരും. അത് തന്നെ. ഏത് തന്നെ ജലജെ, വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ട് നടക്കുന്നത് തെറ്റാണ്. അപ്പോഴച്ഛൻ കൊണ്ട് നടക്കണതാ. ഗൃഹനാഥൻ എന്തോ ആവാം മക്കളെ. സംശയം ഉണ്ടല്ലേ? സംശയം ഇപ്പൊ തീർത്തരാം. താ വരണം. ഓ, ഫാനും കൊണ്ട് ഇരിക്കാണ്. നോക്കിക്കോളെ, ഇതിപ്പോ അപ്രതീക്ഷിതാവും. എവളെ കൊണ്ട് മക്കളെ, ഇതിപ്പോ അപ്രതീക്ഷിതാവും. നോക്കി ഇന്ന് കേട്ടാ, അബ്ര കടാബ്ര. എവിടെ പ്രതീക്ഷയായി പോയില്ലേ? ഒരു കാര്യം പറയാം, എവളെ ഉടായിപ്പാണ്, എവളെ തന്ത അതിനെക്കാട്ടി ഉടായിപ്പാണ്. ഇങ്ങനെയൊന്നും അല്ല ഇത്. ഇവിടെ കുറച്ചേരം വയ്ക്കുമ്പോഴേ അപ്രതീക്ഷിതാവുമായിരുന്നു. ഇനി നീ വാ തുറന്ന നിന്നെ ഭൂമിയിൽ ഞാൻ പ്രതീക്ഷിതാക്കും. തലയിൽ പിണ്ണാക്കും കൊണ്ട് നടക്കണം. പിണ്ണാക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. താങ്ക് യു ചേച്ചി. വണ്ടിയിൽ ഡിക്കിക്കകത്തെ ഞാൻ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എടുത്താണ്. അച്ഛനെ തിന്നാനാ? അല്ല, നിന്നെയൊക്കെ തീറ്റിക്കാൻ. അച്ഛൻ പറയും, മക്കള് പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. അച്ഛന് പോയി എടുത്തൂടെ? പിന്നെ പ്രേതബാധ പിടിച്ച കാറിൽ കയറി സാധനം എടുക്കാൻ എനിക്ക് ഭ്രാന്തല്ലേ? പ്രേതം? എന്തൊരു പ്രേതം? ഏത് പ്രേതം? ഒരു പേടിയില്ല, ഞാൻ എടുക്കും സാധനം. പ്രേതമാണത്ര. രാമ 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 രാമ, പ്രേതമൊന്നും കാണല്ലേ, പ്രേതമുണ്ടിൽ തന്നെ എന്നെ കറക്കിയൊന്നും വീഴ്ത്തല്ലേ, പടച്ചോനെ യേശുവെ കാത്തോളൂ. ഇത്രേ ഉള്ളൂ. നിങ്ങളെന്തിനാ ഡിക്കി അടച്ചാ? ഡിക്കി പിന്നെ അടയ്ക്കാനും തുറക്കാനുള്ളതല്ലേ, ഞങ്ങൾ അടച്ചു. അപ്പൊ പുണ്ണാക്ക് എടുക്കണില്ലേ? എന്തോ എനിക്കിപ്പോ പിണ്ണാക്കെടുക്കാൻ ഒരു രസം തോന്നുന്നില്ല. ജലജേന്ദ്രടി കാറിന്റെ അടുത്തോട്ടെ. ഡിക്കി ഒന്ന് തുറക്കണം. അയ്യോ ഇപ്പൊ വേണ്ട, മാറിക്ക് മനുഷ്യ. മക്കളെ ഇങ്ങോട്ട് നോക്കിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ബ്ലാക്ക് മാജിക്, നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇവിടെ മാജിക് പഠിച്ചിട്ട് വന്നേക്കാണ്. അല്ലാതെ എന്തൊരു വേണ്ട, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. മക്കളെ, ഇതെന്തോ വലിയ പ്രശ്നമാണെന്നാണ് എന്റെ മനസ്സ് പറയണത്. ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. ഇതെങ്ങനെ അടഞ്ഞ? വണ്ടിയിലെ ഡിക്കി ഓട്ടോമാറ്റിക് ആണോ എന്ന് ഷോറൂമുകാർ എന്നോട് പറഞ്ഞോ എന്നൊരു സംശയം. അച്ഛന്റെ മുഖത്ത് പേടി കാണിക്കുന്നില്ലെങ്കിലും കാല് നല്ലതുപോലെ പേടി കാണിക്കുന്നുണ്ട്. ജലജെ, ഉള്ളത് പറയാം, എനിക്കും പേടിയാവാണ്. ഇന്നലെ ഞാൻ മുറ്റത്ത് കറങ്ങി വീണതേ പ്രേതത്തിനെ കണ്ടിട്ടാണ്. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. ദൈവമേ, ഒരു വഴി പറഞ്ഞതാ. ഒരു വഴി ഒന്നല്ല, 2 വഴികളുണ്ട്. സമാധാനമായി. പക്ഷെ ആ വഴികൾ ഏതാണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. സന്ദ്രി, കളി പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള നേരമില്ല. ഇത് എന്റെ കുടുംബം ആപത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്.
അതിലെനിക്കൊരു അയൽവാസി എന്ന നിലയിൽ സന്തോഷമുണ്ട്. സന്ദ്രി, എങ്കിലും ചേച്ചി എന്റെ ചേച്ചിയായ സ്ഥിതിക്ക് എനിക്ക് സഹായിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം. ആരെ? ഫാദർ ഫെഡറിക് ഗോമസ്. ഫാദർ മറിയയും ക്ലാരയും. അല്ല, ചന്ദ്രയും ജലജയും. ഫാദർ എന്താ അങ്ങനെ ചോദിച്ചത്? നമ്മളെ കണ്ടപ്പോൾ പണ്ട് കണ്ട ആരുടെങ്കിലും പുനർജന്മമായി തോന്നിയോ? അല്ല, പണ്ട് ഞാൻ ഒഴിപ്പിച്ച 2 പ്രേതങ്ങളുടെ പേരാണത്. അവർക്ക് 2 പേർക്കും നിങ്ങളുടെ അതേ മുഖസാദൃശ്യം. ഞാൻ അപ്പോഴേ പറഞ്ഞു മേക്കപ്പ് ഇട്ടുകൊണ്ട് വരാന്ന്. ചുമ്മാ ഫാദർ, ഞാനൊരു വലിയ ആപത്തിൽ പെട്ടിരിക്കുകയാണ്. കൂടെയുള്ളവർ ശരിയല്ലെങ്കിൽ ആപത്തിൽ പെടും. കണ്ട, ഫാദർ വരെ പിടികിട്ടി. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രേതം. അപ്പൊ പ്രേതത്തിനല്ലേ പ്രശ്നം, നിങ്ങൾക്കല്ലല്ലോ. ഊക്കാതെ സഹായിക്കണം. അതെ, നമ്മൾ ഇന്നലെ 2 പേരും കൂടി ജോഗിങ്ങിന് പോയി. തിരിച്ചു വന്ന വഴിക്ക് ഒരു ചെടി പറിച്ചവളെ എനിക്ക് തന്ന്. അതിനുശേഷം വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. ഏതാ ചെടി? ബോഗൻവില്ല. ഇംഗ്ലീഷ് അറിഞ്ഞൂടെന്ന് തോന്നണം. കള്ളാസ് ചെടി. അത് നിങ്ങൾ എവിടെന്നാ എടുത്തത്? അത് പണ്ട് എല്ലാരും കൂടെ ഒരു തമിഴത്തെ പെണ്ണിനെ അടിച്ചു കൊന്ന് കുഴിച്ചു മൂടിയില്ലേ, അവിടെ സന്ധി, നീ ഇതിപ്പോഴാണ് എന്റെ അടുത്ത് പറയണ? അയ്യോ, എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നേച്ചി. ഫാദർ, ചെമ്പകമന്തി ഉറങ്ങുന്ന സ്ഥലം. അതെങ്ങനെ ഫാദറിന് അറിയാം? ഇനി ഇങ്ങേരുവല്ലോ തന്നെ ചേച്ചി പ്രേതം. വർഷം 1915 ഒരു നാടോടി കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി, അതായിരുന്നു ചെമ്പകം. அவளுடைய காமுகன் பழனி. இங்க இருக்காங்களா? செம்பகம், தலைவரோட படம் ரிலீஸ் ஆயிடுச்சு, நமக்கு போலாமா? இல்ல இல்ல, நான் இல்ல, வீட்டுல அப்பா இருக்கு, கொன்னுடுவா. என்ன செம்பகம் இது? நான் உங்களோட மாமா தானே. முடியாது. அப்படி நான் சொல்லக்கூடாது, நீ எங்களோட வர. வேணாம் மாமா, யாராச்சும் பாக்க. பாக்கல கொட்டு தேக, சும்மா ரெடி. അതെന്താ? ലവ് സ്റ്റോറി അല്ലേ, അതുകൊണ്ട്. അതെ, അവർ തമ്മിൽ ഒടുങ്ങാത്ത പ്രണയത്തിലായിരുന്നു. ബൊഗൈൻവില്ല ഏറെ ഇഷ്ടമായിരുന്ന പെൺകുട്ടി ഒരു ദിവസം രാത്രി അവിടുത്തെ ഗ്രാമത്തലവന്റെ വീട്ടിൽ പൂത്തുലഞ്ഞ ബൊഗൈൻവില്ല പറിക്കാൻ ശ്രമിച്ചു. അത് തടയാൻ ശ്രമിച്ച ഗ്രാമത്തലവന്റെ കയ്യിൽ നിന്നൊരബദ്ധം, ചെമ്പകം മരിച്ചു. ആരും അത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി അയാൾ ചെമ്പകത്തെ ആരുമില്ലാത്ത സ്ഥലം നോക്കി കുഴിച്ചിട്ടു. അപ്പോ പഴനിയും കുടിച്ചോണ്ടിരിക്കണം. എന്റെ പെണ്ണും പുള്ള ചെമ്പകത്തിനെ തീർത്തവരെ പഴനി വെറുതെ വിടോ അല്ലേ ഫാദർ? അതെ, പക്ഷേ പഴനിക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ പഴനിയും അവർ തീർത്തല്ലേ? ചെമ്പകത്തെ കുഴിച്ചിട്ട അടുത്ത് തന്നെ അവർ പഴനിയെയും മണ്ണിട്ട് മൂടി. പക്ഷേ ചെമ്പകത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പഴനി ഇനിയും വരും. പഴനിയും ചെമ്പകത്തിനെ വകവരുത്തിയ ആ ഗ്രാമത്തലവനായ പുന്നാരമോൻ എന്ത് സംഭവിച്ചു ഫാദർ? മരിച്ചുപോയി. ചെമ്പകം പ്രേതായിട്ട് വന്നവനെ തൊട്ടിയില്ലേ? ഇല്ല, പഴനിയെ കൊന്നതിന് ശേഷം ഗ്രാമത്തലവൻ കൈ കഴുകാൻ വേണ്ടി അടുത്തുള്ള ആറ്റിലൊന്നിറങ്ങി. കാലൊന്ന് വഴുതി തല കല്ലിൽ തന്നെ അടിച്ചു വീണു മരിച്ചു. ഗ്രാമത്തലവനെ പ്രേതായിട്ട് വന്ന് തട്ടായിരുന്ന ചെമ്പകം ഇപ്പൊ ആരായി? ശശി. ചിരിക്കണ്ട, അന്നവർക്ക് അയാളെ കൊല്ലാൻ പറ്റിയില്ല. പക്ഷെ ഇന്നവർക്ക് ആ ബൊഗൈൻവില്ല എടുത്തവരെ തീർക്കാൻ പറ്റും. ചാവണം, എല്ലാണോ ചാവണം. സന്ദ്ര, എന്റെ കുടുംബത്തിലെ കാര്യോട് പറയണം. അയ്യോ ഫാദർ, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഞാൻ നിസ്സഹായനാണ്. നിങ്ങൾ എന്താണോ അവിടെ നിന്ന് എടുത്തത്
അത് അതേപടി തിരിച്ചു കൊണ്ടുവയ്ക്കുക. പക്ഷെ അതത്ര എളുപ്പമല്ല. നിങ്ങളുടെ പ്രവൃത്തിയിൽ അവൾ പ്രകോപിതയായി. അത് മറികടന്ന് വേണം നിങ്ങളത് തിരിച്ചു കൊണ്ടുവയ്ക്കാൻ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരുമില്ലല്ലോ. രാത്രിയായി കഴിഞ്ഞാൽ സൂക്ഷിക്കണം. അവൾ പൂർവാധികം ശക്തി പ്രാപിക്കുന്ന സമയമാണിത്. വീട്ടിലാരുമില്ല. മക്കളെ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലാക്കി. രഘുചേട്ടൻ ചേച്ചി, രഘുചേട്ടൻ. അയ്യോ, എന്റെ രഘുചേട്ടൻ. എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. സാഹിത്യ അക്കാദമി അവാർഡ് വായിക്കാനിരിക്കുന്ന ഒരു നോവലിസ്റ്റാണ് ഞാൻ. എന്റെ ചോര കുടിക്കരുത് നീ. ചോര കുടിച്ചിട്ട് കാര്യമില്ല. ചോരയ്ക്ക് പാവയ്ക്കായ ടേസ്റ്റാണ്. ഇന്നലെ വന്ന് എന്റെ ചോര കുടിച്ച ഒരു കൊതുകെ കുടിച്ചിട്ട് എന്റെ ചെവിയിലൊന്ന് മൂളിട്ട് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. എന്നെ ഒന്നും ചെയ്യരുത്. ചെയ്യരുത് പറഞ്ഞപ്പോ ദാ ഫ്രണ്ടിലോട്ട് വരണ്ട്. പോ പോ, എനിക്ക് കാണണ്ടതില്ല. അറപ്പാടില്ല. പോ പോ. ഹലോ, പറടാ മക്കളെ. അച്ഛാ, നമ്മളൊരു ഹോട്ടലിൽ കയറി അൽഫാം കഴിച്ച് കൊടുക്കാൻ പൈസ ഇല്ല. 400 ജീപേ ചെയ്യാൻ കാണോ? പോടാ പുല്ലേ. പ്രേതം എന്നെ അൽഫാമാക്കാൻ പോടപ്പേടാ. ഒമ്പത് അൽഫാമിന്റെ പൈസ ഞാൻ കൊടുക്കരുത്. പോ പ്രേതമേ, പോ. നിങ്ങളില്ലാത്ത നേരം നോക്കിയേ രഘുചേട്ടൻ വേറൊരു പെണ്ണിനെ വിളിച്ചു കയറ്റി. രഘുചേട്ടാ, എന്നെ കാട്ടി മുഴുത്തോ രക്തമുള്ള 2 ടീമുകൾ ഇതോ വന്നിരിക്കണം. അവ രക്തം പോയി കുടിയേ. ഈ നാട്ടിലെ ആൾക്കാരെ ഫുൾ രക്തം കുടിച്ച് ഊറ്റി എടുക്കണ വടയച്ചിലാണ്. പോയി കുടി, പോയി കുടി. ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും. ആ ബോഗൻവില്ലിന്റെ മുള്ളെടുത്ത് കുത്തിക്കൊടുപ്പ് പ്രേതമേ. അത് തുറക്കൂല സങ്കരി. താക്കോല് വെച്ച് ഞാൻ പൂട്ടിയങ്ങടുത്ത്. നമുക്കിതിനെ ഒഴിപ്പിക്കണ്ടേ? ഇനി ആ മറ്റോളം മണ്ട കയറിക്കോളും. പ്രേതമേ, ഹാർട്ട് അറ്റാക്ക് ഒന്ന് രഘു മരിച്ച ഇനി എന്നെ കൊല്ലണ്ട. ജലജയ പ്രേതത്തെ ഒഴിപ്പിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതിയേ. ഇങ്ങോട്ട് നടന്നു വരണം. മക്കളെ സമ്മതം. ആ ബൊഹേങ്കില്ലേ മാമിക്കിങ്ങ താ. മക്കള് മരിച്ച സ്ഥലത്ത് കുഴിച്ചു വെച്ചിരുന്ന സാധനം ഈ അലവരാതിയാണ് എനിക്കെടുത്ത് തന്നത്. മക്കളത് തന്നാലേ തിരിച്ച് അതേപോലെ മാമി നട്ടു വെക്കാം. അപ്പൊ മക്കൾക്ക് അവിടെ ഹാപ്പി ആയിട്ട് മരിച്ച് ജീവിക്കാല്ല. സദരി തന്ന്. പാവം കൊച്ചല്ലേ. പിടിവിട്, പിടിവിട്, പിടിവിട്. സന്ദരി, പിടിവിട്. ഇത്രേ ഉള്ളൂ ചെമ്പകോക്ക. ചെമ്പകം തിരിച്ചു വന്ന സന്ത്രി, സന്ത്രി പടായി കഴിഞ്ഞാന്തോ ഇല്ല. ഫാദർ, ഒരുപക്ഷെ നമുക്കത് തിരിച്ചു കൊണ്ട് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ബൊഗെയിൻവില്ല ഒടിച്ചു കളയുക. നിത്യശാന്തി കിട്ടാത്ത അവളുടെ ആത്മാവ് എന്നേക്കുമായി ഈ ലോകത്തുനിന്ന് വിട പറയും. സന്ത്രി, സന്ത്രി ഒടിയടി. സന്ത്രി, പോയാ കിടക്ക. ഇനി ബൊഗെയിൻവില്ല വേണം, മറ്റേത് വേണമെന്നും പറഞ്ഞ് എന്റെ അടുത്തെങ്ങാനും വന്നാലാണ്. സോറി സന്തരി. അതെ, നീ ഒറ്റയ്ക്ക് പോ. കൂട്ടി ഞാൻ കൂടെ വരട്ടെ. എന്നെ കൊണ്ടാക്കിയിട്ട് നിങ്ങൾ എങ്ങനെ വരും? ഒറ്റയ്ക്ക് വരുമോ? നീ തിരിച്ചെന്നെ കൊണ്ടാക്കിയാ മതി. ഗുഡ് നൈറ്റ് ചന്ദ്രി. ഗുഡ് നൈറ്റ്. പക്ഷേ ചെമ്പകത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പഴനിയും വരും. സാധനം കിട്ടി. സുമല കഴിഞ്ഞാൽ ഇത് വെച്ച് തോപ്പിക്കും. സന്തരി വാടി. ചെമ്പരത്തിയല്ലേ ഇത്?
വീട്ടിൽ കൊണ്ടുപോയി നടാ. ഇതൊന്നും വരാത്ത. ചെമ്പകത്തെ കുഴിച്ചിട്ട് അടുത്ത് തന്നെ അവർ പഴനിയും മണ്ണിട്ട് മൂടി. என்னக்கா இந்த நேரம் புகைவில்ல பறிக்க போறியா?